ഈ ആഴ്ച മലയാളത്തിൽ ഇറങ്ങിയ ഒരു കോമഡി എന്റർടൈനർ മൂവിയാണ് അപൂർവ പുത്രന്മാർ. ഡയറക്ട് ചെയ്തിരിക്കുന്ന രണ്ടുപേര് വന്നിട്ടാണ് രഞ്ജിത്ത് ശ്രീജിത്ത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ലാലു ലക്സ്, ധർമ്മജൻ, അശോകൻ തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇവരുടെ അച്ഛനാണ് ലാലു ലക്സിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ രണ്ടുപേരും, ഈ സഹോദരങ്ങൾ രണ്ടുപേരും ആ നാട്ടിലെ അവിടെ ജീപ്പ് ഓടിച്ച് നടക്കുന്ന രണ്ട് സാധാരണക്കാരായ ചെറുപ്പക്കാരാണ്. ഇവർക്ക് ആരോടും വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. ആകെ ഇവർക്ക് താല്പര്യമുള്ള ഇവരുടെ അച്ഛനോടാണ്. ഇവരുടെ അച്ഛനും അതുപോലെ തന്നെ ഇവരോട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവരെ രണ്ടുപേരെ നന്നാക്കാൻ അവിടുത്തെ പള്ളിയിലെ അച്ഛനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇവരെ കൊണ്ട് അത് നടക്കുന്നില്ല. ഈ ഒരു വെള്ളമൊക്കെ അടിച്ച് അലമ്പായിട്ട് നടക്കുന്ന രണ്ടുപേരാണ്. അങ്ങനെ ഇരിക്കെ ഇവരുടെ അച്ഛൻ ലാലോലക്സിന്റെ ക്യാരക്ടർ മക്കളോട് ഒരു ആഗ്രഹം പറയുകയാണ്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഈ രണ്ട് മക്കൾ നടത്തുന്ന കാര്യവും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു പ്ലോട്ടാണ് ഈ സിനിമയുടെ എന്ന് പറയുന്നത്. ഇതില് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ശരിക്കും കുറെ ക്രിഞ്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് കുറെ നമ്മൾ കണ്ടിട്ടുള്ള കോമഡികളും അങ്ങനത്തെയൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണ് പോകുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു പ്ലോട്ടിലേക്ക് കയറുകയാണ്. ശരിക്കും ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സഭയെ ബേസ് ചെയ്തിട്ടാണ്. സഭയിൽ നടക്കുന്ന ചില അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്ന റോമൻസ് ഒക്കെ പോലെ ആ ഒരു മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ് ശരിക്കും ഇത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരുപാട് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇത്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ധൈര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം ഒരുപാട് വിഷയം ഉണ്ടാക്കാനുള്ള കുറെ എലമെന്റ്സ് ഈ സിനിമയിലുണ്ട്. ഇങ്ങനത്തെ ഇങ്ങനത്തെ സിനിമകളൊക്കെ റോമൻസ് ഒക്കെ പോലത്തെ ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. കുറെ കോമഡികൾ എലമെന്റുകളൊക്കെ ഉള്ളൊരു എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായി. ഫസ്റ്റ് ഹാഫിൽ കുറെ ക്ലീശ ആയിട്ടുള്ള എലമെന്റുകളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇന്നത്തെ കോമഡി സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടുപോകാവുന്ന സിനിമയാണ്. ഒന്ന് കണ്ടുപോകാം.